എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മളോട് ചോദിക്കുക, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും. ചില ആൾക്കാർ നിസ്സാര നെഗറ്റീവ് ഒരു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അതൊരിക്കലും വരാതിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തകളിലുള്ള 100% കൺട്രോൾ നമുക്കുണ്ടാവണം. എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇതൊരു ദിവസം തന്നെ പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുമെന്ന് സ്വയം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ചോദ്യത്തിന് ഉത്തരം യെസ് ആണെങ്കിൽ മാത്രം അത് ഇത് പ്രാക്ടീസ് ചെയ്യുക. വളരെ നല്ലതാണ്. ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമോ എന്ന് നമ്മൾ സ്വയം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ചോദിക്കുക നമ്മളോട് തന്നെ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം അതിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഉത്തരം യെസ് ആണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചിന്തകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒന്നും പേടിക്കേണ്ട, മുമ്പോട്ട് തന്നെ പോവുക. അല്ല, ഉത്തരം നോ ആണെങ്കിൽ എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമോ എന്നൊരു ചിന്തയാണോ ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം നോ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും തിരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചിന്തകളിലേക്ക് വരും. ഇത് സക്സസ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ചെയ്ത് നമ്മളെ കോച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏത് വിഷയത്തിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം മെൻ്റലി നമ്മൾ കോച്ച് ചെയ്തെടുക്കണം. വലിയ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ മൈൻഡ് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയിലല്ല, മൈൻഡ് വർക്ക്. അത് പ്രത്യേകിച്ച് രാവിലെയുള്ള സമയം. ഇപ്പം പല ആൾക്കാർക്കും തോന്നാറുണ്ട് ബ്രെയിൻ വാഷ്. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് ബ്രെയിൻ വാഷ് ചെയ്യുക. തീർച്ചയായിട്ടും ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം പോയി ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ല ഒരിക്കലും. നമ്മുടെ ബ്രെയിനെ ആരെങ്കിലും കയറി വാഷ് ചെയ്യും. അത് ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാരാണ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും, അൺഫോർച്ചുനേറ്റ്ലി. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ വളർച്ചയെക്കുറിച്ച് പറയുന്ന വാഷ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ബാക്കി നമുക്ക് പുറത്ത് ഈസിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മുഴുവൻ നെഗറ്റീവായിട്ട് വാഷ് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതം മോശമാക്കാനുള്ള വാഷിംഗാണ് കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ബ്രെയിൻ വാഷിങ് വളരെ ആവശ്യമാണ്. നമ്മൾ സക്സസ്സിന് ബ്രെയിൻ വാഷ് ചെയ്യണം. ആ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് നല്ല സാധനം വെച്ചിട്ട് വാഷ് ചെയ്യണം. അതായത് ഇപ്പോൾ ഏത് സാധനം വാഷ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഒരു പ്ലേറ്റ് നമ്മൾ വാഷ് ചെയ്യുക, നല്ല വെള്ളം വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്, അല്ലേ? അതിലെ അഴുക്ക് കളയണമെങ്കിൽ നല്ല സാധനം കൊടുത്ത് വേണം വാഷ് ചെയ്യാൻ. എന്ന് പറയുന്ന പോലെ ബ്രെയിൻ വാഷ് ചെയ്യുക. അത് പ്രത്യേകിച്ച് രാവിലെ സമയം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് എഫക്റ്റുള്ള സമയമാണ്. രാവിലെ അബ്സോർഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് രാവിലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടില്ല വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? രാവിലെ നമ്മുടെ ബ്രെയിൻ സ്പോഞ്ചിയാണ്. ആ സമയത്ത് അബ്സോർഷൻ വളരെ കൂടുതലാണ്. കാരണം രാത്രി കിടന്നുറങ്ങി നമ്മൾ വളരെ ഫ്രഷായിട്ട് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഓർഗൻസൊക്കെ ക്ലീൻ ചെയ്ത് രണ്ടാമത് ക്ലിയർ ചെയ്ത് ഫ്രഷ് ആയിട്ട്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് പഠിക്കുക, അല്ലെ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. നമ്മുടെ ബ്രെയിൻ വളരെ അലർട്ടായിരിക്കും. ആ സമയത്ത് നല്ല കാര്യങ്ങൾ നമ്മുടെ കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഡേ തുടങ്ങുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രാവിലെ നമ്മൾ എന്ത് വെച്ച് ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അന്നത്തെ ഡേ മുഴുവൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ നമുക്ക് പലതും ഉണ്ടായിട്ടുണ്ടാവും. ഇതിനു മുമ്പും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മുഴുവൻ നമ്മളെ ടീച്ച് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന എന്നുള്ളവർ മനസ്സിലാക്കുക. ഒരു നല്ല കോച്ച് എപ്പോഴും ടഫായിട്ടുള്ള ഒരു പ്രാക്ടീസേ നമ്മളെ കൊണ്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. നമ്മളെ കോച്ച് നമുക്ക് ടഫായിട്ടുള്ള ടെസ്റ്റുകൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കുക. ആ ടഫായിട്ടുള്ള ടെസ്റ്റ് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്നിരിക്കുക എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. ഏറ്റവും നല്ല കോച്ചുകളൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറോടൊക്കെ ചോദിച്ചാൽ പറയും, അദ്ദേഹത്തിന് ഇന്നത്തെ സച്ചിൻ ടെണ്ടുൽക്കറെ നിങ്ങൾക്ക് അറിയാവുള്ളൂ, എന്നെ കോച്ച് ചെയ്ത കോച്ചിനെ നിങ്ങൾക്ക് അറിയാമല്ല. വെളുപ്പിനെ മഞ്ഞത്തും മഴയത്തും എന്നെ കൊണ്ട് ക്രീസിൽ നിർത്തി ചെയ്യിച്ചുകൊണ്ടിരുന്ന ഒരു കോച്ചുണ്ട് എനിക്ക്. അദ്ദേഹത്തിന് ഞാൻ ലോകത്തിന് അറിയാമല്ല എന്ന് പറയും. അപ്പം നല്ല ഒരു കോച്ച്, അതായത് നമുക്ക് ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവും. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മുടെ കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ജഗദീശ്വരൻ, സർവേശ്വരൻ നമ്മളെ ഏറ്റവും ബെസ്റ്റ് വളർച്ചയ്ക്ക് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് എന്ന് വിശ്വസിക്കുക. അതിന് നേരാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വീണ്ടും വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.